നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഈ എൻട്രൻസ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇതൊരു പല സ്ഥാപനങ്ങൾ ഇപ്പം നടത്തുന്ന വലിയ വലിയ സ്ഥാപനങ്ങളും ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊന്നും ഇല്ല. നമ്മൾ എൻട്രൻസ് പഠിപ്പിക്കുന്ന ഏത് സ്ഥാപനങ്ങളാണെങ്കിലും പലപ്പോഴും എൻട്രൻസിനെ അഭിമുഖീകരിക്കുന്ന കുട്ടികളെ ശരിക്കും അങ്ങ് പേടിപ്പിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. എൻട്രൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അടുത്ത കോഴ്സുകൾക്കുള്ള പടിവാതിലാണ്. ഈ പടിവാതിൽ തുറക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എൻട്രൻസ് എഴുതുന്നത്. നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സാമ്പത്തികമായിട്ട് വളരെ കുറച്ച് കൊടുത്ത് മെറിറ്റിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും അതുവഴി വളരെ ഈസി ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് കിട്ടാനും ഒക്കെ എൻട്രൻസ് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ്. ഇപ്പോൾ നീറ്റായാലും ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ്, ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയിട്ടുള്ള JEE ആണെങ്കിലും ഇനിയും നമ്മുടെ കേരളത്തിൽ നടത്തുന്ന കീമാണെങ്കിലും NDA ഉൾപ്പെടെയുള്ള NDA വളരെ ചാൻസ് ആയിട്ടുള്ള ആണ്. ഇതിനകത്തെല്ലാം വളരെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നി, ഇപ്പം ഞാൻ ഉൾപ്പെടെ കോച്ചിങ് കൊടുക്കുന്ന ഒരാളാണ്. അന്നേരം എനിക്ക് വളരെ വ്യക്തമായിട്ട് തോന്നിയൊരു കാര്യം, എൻട്രൻസ് എളുപ്പമാണ്. ഈ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും എൻട്രൻസിനില്ല. പക്ഷെ നമുക്കൊറ്റ ലക്ഷ്യം വേണം. നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ എയിം എന്നൊക്കെ പറയുന്നത് നമുക്കത് കിട്ടണം എന്നുള്ളൊരു വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടാൻ 100%, 99.9 100% ഏത് കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ് എൻട്രൻസ്. ഇനി എന്തുകൊണ്ടാണ് പല കുട്ടികൾക്കും എൻട്രൻസ് പ്രയാസകരമായി തോന്നുന്നു പറയുന്നത്, നമ്മുടെ സാധാരണ പരീക്ഷകൾ പബ്ലിക് എക്സാമിൽ നമുക്ക് നടത്തുന്ന +1 +2 പരീക്ഷകൾ, ഇപ്പോൾ CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് പരീക്ഷ, ഇപ്പോൾ ISC ആയിക്കോട്ടെ, അതിൽ നിന്ന് വിഭിന്നമായുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ രീതി, കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികൾ നന്നായിട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2, NCERT ടെക്സ്റ്റുകൾ നല്ല കിടുക്കനായിട്ട് നമ്മൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. ഞാൻ എപ്പോഴും നമ്മുടെ ഇതിനകത്ത് പഠിക്കുന്ന എല്ലാ കുട്ടികളും പറയാറുണ്ട്, ബേസ് മുതൽ കൺസെപ്റ്റ് വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ എൻട്രൻസ് അടിപൊളിയാണ്. അതാണ് ഒരു മെയിൻ തിങ്. ബേസ് അറിയത്തില്ല, കൺസെപ്റ്റ് അറിയത്തില്ല, നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചെയ്യാനാണ്? അത് ഇനിയും എവിടെ പഠിച്ചെന്ന് പറഞ്ഞാലും ബേസും കൺസെപ്റ്റും ഉറപ്പിക്കണം. അപ്പം ഞാനൊക്കെ പഠിക്കുമ്പോൾ ബേസും കൺസെപ്റ്റും കഴിഞ്ഞിട്ടേ ക്ലാസ്സുള്ളൂ, കഴിഞ്ഞിട്ടേ നമ്മളൊരു ക്വസ്റ്റ്യനിലോട്ട് കടക്കത്തുള്ളൂ. കാരണം അതറിയത്തില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അന്നേരം പല കുട്ടികൾക്കും ഇതിനകത്ത് ഇപ്പം സ്റ്റേറ്റിലെ കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ടോപ്പിക്ക് ഡിലീറ്റഡ് ആണ്. ബാക്കി ഇതൊന്നും നമ്മുടെ എൻട്രൻസിനെ ബാധിക്കുന്നില്ല. എല്ലാ പോർഷൻസും നന്നായിട്ട് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഫിസിക്സ് ഒക്കെ എടുക്കുമ്പോൾ ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യണം, ടിപ്സും ട്രിക്സും ഒക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് അത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താനൊക്കെ 1 മിനിറ്റ് സമയമുള്ളൂ. പക്ഷെ അത് എളുപ്പമാണ്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്. നമ്മൾ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ചെയ്യണം, ചെയ്ത് ചെയ്യണം, പരിശീലിക്കണം. അന്നേരം 2, NCERT ടെക്സ്റ്റുകൾ. ഇതിപ്പം ഞാനിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, PCM ആണ് നമുക്ക് കീമിനും JEEക്കും ഒക്കെ വേണ്ടത്. PCB ആണ് നമുക്ക് നീറ്റിന് വേണ്ടത്. അന്നേരം PCB എന്ന് പറയുമ്പോൾ ബോട്ടണിയും സുവോളജിയിട്ട് ചേരുന്നതാണ് ബയോളജി. അന്നേരം വളരെ കാര്യമായിട്ട് വളരെ ഡെപ്തിൽ നമ്മൾ നന്നായിട്ട് ക്ലാസ്സുകൾ കേൾക്കുകയും അതിനെക്കുറിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന വലിയ അസാധാരണം എന്ന് പറയുന്ന സാധനം നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ പറ്റുന്നേ ഉള്ളൂ. 3, ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻട്രൻസ് ആണ്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം തന്നെയാണ് പൂർണ്ണമായും. കാരണം എല്ലാ കുട്ടികളും മത്സരിച്ച് പഠിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ 1 മണിക്ക് വരെ പഠിക്കുന്നുള്ളൂ, എനിക്ക് എക്സ്ക്യൂസുകൾ പറയാം, എനിക്ക് തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ലേ. അതിന് പകരം 12 മണിക്കൂറോ 15 മണിക്കൂറോ എനിക്ക് കിട്ടുന്ന സമയം നന്നായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തെന്നല്ല, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്യാം. എന്നാൽ പോലും കുറച്ചുകൂടെ നമ്മുടെ വർക്ക് ലോഡ് കൂട്ടണം. കാരണം എനിക്ക് എൻ്റെ ഫ്യൂച്ചർ സൂപ്പർ ആകണം, എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ജീവിക്കണം, എൻ്റെ അച്ഛനെ അമ്മയൊക്കെ നോക്കണം, ഗംഭീരമായിട്ട് എനിക്ക് മെറിറ്റ് കിട്ടണം എന്നാലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ആ വർക്ക് ചെയ്യുന്ന മണിക്കൂറുകൾ കൂടുതലായിരിക്കണം. 12 to 15 hours ഒക്കെ മിനിമം വർക്ക് ചെയ്യണം. മിനിമം 12 hours എങ്കിലും വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോഴായപ്പോലും നീറ്റോ കീമോ JEO ഇനിയും NDA സെപ്റ്റംബറിലൊക്കെ എഴുതുന്ന കുട്ടികൾ, ഇപ്പോൾ ഏപ്രിൽ നടക്കുന്നതല്ലേ പറയാം, NDA സെപ്റ്റംബറിൽ എഴുതുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം 50% മാത്സ് ആണ്. പലതിനും ഇപ്പോൾ കീമിനാണെങ്കിലും മാത്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോട്ടണി സുവോളജി നിങ്ങൾക്ക് നീറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എല്ലാം കൺസെപ്റ്റും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് എളുപ്പമാണ്.
അതുകൊണ്ട് ആർക്ക് കിട്ടും? ഏറ്റവും നന്നായിട്ട് നമ്മുടെ +1 +2 ടോപ്പറായിട്ടുള്ള കുട്ടിക്കാണോ എൻട്രൻസ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, അത് കിട്ടുമായിരിക്കാം. പക്ഷേ ഏറ്റവും മാർക്ക് കുറവുള്ള കുട്ടിക്കും എൻട്രൻസ് കിട്ടാം. അത് അവർ പഠിക്കുന്ന അവരുടെ മനസ്സിൻ്റെ ബലവും പഠിക്കാനുള്ള ഭയങ്കരമായ ഒരു തീക്ഷ്ണ സ്വഭാവവും കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എൻട്രൻസ്. അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഉറപ്പായിട്ടും ഇപ്പം നിങ്ങൾക്ക് എൻ്റെ എൻട്രൻസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയും. സമയം കളയാനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് നമുക്ക് സമയം വേസ്റ്റ് ചെയ്ത് കളയാനില്ല. ജോയിൻ ചെയ്ത് പഠിച്ച് പടപടാന്ന് പഠിച്ച് നന്നായിട്ട് തീരുക, നന്നായിട്ട് പോയി എക്സാംസ് എഴുതുക. അന്നേരം താല്പര്യമുള്ളവരെല്ലാം സമയം കളയാതെ നന്നായിട്ട് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് വെൽ പെർഫോംഡ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഈ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻട്രൻസ് നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ വിചാരിക്കും. നെവർ എവർ ഗിവ് അപ്പ്.